ഉത്തമഗീതം അധ്യായം 7. മടങ്ങിവരിക, ശൂലേംകാരത്തി മടങ്ങിവരിക, ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. മടങ്ങിവരിക, മടങ്ങിവരിക, നിങ്ങൾ മഹനീമിലെ നൃത്തത്തെ പോലെ ശൂലേംകാരത്തിയെ കാണുവാൻ ആഗ്രഹിക്കുന്ന എന്തിന്? പ്രഭുകുമാരി, ശരിപ്പെട്ടിരിക്കുന്ന നിന്റെ കാൽ എത്ര മനോഹരം! നിന്റെ ഉരുണ്ട നിതംബം തട്ടാന്റെ പണിയായ ഭൂഷണം പോലെ ഇരിക്കുന്നു. നിന്റെ നാഭി വട്ടത്തിലുള്ള പാനപാത്രം പോലെയാകുന്നു, അതിൽ കലക്കി വീഞ്ഞ് ഇല്ലാതിരിക്കുന്നില്ല. നിന്റെ ഉദരം താമരപ്പൂ ചുറ്റിയിരിക്കുന്ന കോതമ്പ് പൂപ്പാരം പോലെയാകുന്നു. നിന്റെ സ്തനം രണ്ടും ഇരട്ട പിറന്ന രണ്ട് മാൻകുട്ടികൾക്ക് സമം. നിന്റെ കഴുത്ത് ദന്തഗോപുരം പോലെയും നിന്റെ കണ്ണ് ഹെശ്ബോനിൽ ബാത്ത് റബ്ബിയും വാതിൽക്കലെ കുളങ്ങളെ പോലെയും നിന്റെ മൂക്ക് ദമ്മേശെക്കിന് നേരെയുള്ള ലബാനോൻ ഗോപുരം പോലെയും ഇരിക്കുന്നു. നിന്റെ ശിരസ് കർമ്മേൽ പോലെയും നിന്റെ തലമുടി രക്താംബരം പോലെയും ഇരിക്കുന്നു. രാജാവ് നിന്റെ കുന്തളങ്ങളാൽ ബദ്ധനായിരിക്കുന്നു. പ്രിയേ, പ്രേമഭോഗങ്ങളിൽ നീ എത്ര സുന്ദരി, എത്ര മനോഹര! നിന്റെ ശരീരാകൃതി പണിയോടും നിന്റെ സ്തനങ്ങൾ മുന്തിരിക്കുലയോടും മുക്കുന്നു. ഞാൻ പനമേൽ കയറും, നിന്റെ മടൽ പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ സ്തനങ്ങൾ മുന്തിരിക്കുല പോലെയും നിന്റെ മൂക്കിന്റെ വാസന നാരങ്ങയുടെ വാസന പോലെയും ആകട്ടെ. നിന്റെ അണ്ണാക്കോ മേത്രമായ വീഞ്ഞ്, അതെന്റെ പ്രിയനും മൃദുപാനമായി അതരത്തിലും പല്ലിലും കൂടി കിടക്കുന്നതുമാകുന്നു. ഞാൻ എന്റെ പ്രിയനുള്ളവൾ, അവന്റെ ആഗ്രഹം എന്നോടാവുന്നു. പ്രിയ, വരിക, നാം വിളംബദേശത്ത് പോകാം, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളർത്ത് പൂ വിടരുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു പോകുമെന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എന്റെ പ്രേമം തരും. ദൂതായപ്പഴം സുഗന്ധം വീശുന്നു, നമ്മുടെ വാതിൽക്കൽ സകലവിധ വിശിഷ്ട ഫലവും ഉണ്ട്. എന്റെ പ്രിയ, ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു.